എന്നത്തെ പോലെ വൈകിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നപ്പം ഇത് അലക്കിയിട്ടേക്കുന്ന തുണിയെല്ലാം ഒന്ന് എടുക്കണം, തൂത്ത് വരണം, അങ്ങനെ കുറേ പണിയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എന്നും വീഡിയോ എടുക്കുന്ന കുഞ്ഞ് കാണുന്നത് കൊണ്ട് അവൾക്കിപ്പോൾ അത് നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോൾ ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ ഇറങ്ങി വന്നാലും ഉടനെ എൻ്റെ പുറകെ വരും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ അലക്കിയിട്ട തുണിയെല്ലാം വന്ന് എടുത്തു കേട്ടോ. എല്ലാം പാതി ഉണക്കേ ആയിട്ടുള്ളൂ കേട്ടോ. ഒന്നും ഒരു തുണി നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. ഇന്ന് വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രാവിലെ മഴ ചാറുന്നുണ്ടായിരുന്നു, നല്ല ഇടിമുഴക്കം ഉണ്ടായിരുന്നു കേട്ടോ. ഇടിമുഴക്കമൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ ഓർത്ത് നല്ല രീതിക്ക് മഴ പെയ്യുമായിരിക്കുമെന്ന്. പക്ഷെ വെറുതെ ഒന്ന് ചാറിപ്പോയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മഴയൊന്നും പെയ്തില്ല, ചെറിയൊരു വെയിലും. അതുകൊണ്ട് തുണി ഉണങ്ങിയിട്ടില്ല. ഞാൻ രാവിലെ തുണി അലക്കിയ വെള്ളം ഞാനത് ഇങ്ങോട്ട് മറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാട്ടോ ഇവിടെ മുഴുവൻ നനഞ്ഞ് കിടക്കുന്നത്. നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ നല്ല രീതിക്ക് അതെല്ലാം ഇപ്പം നല്ല വൃത്തിയായിട്ട് കിടന്നേനെ കേട്ടോ. അതുകൊണ്ട് ഇപ്പം മുഴുവൻ നനഞ്ഞ് കിടക്കും കേട്ടോ. പിന്നെ കുഞ്ഞിനിടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പട്ടീനെ കാണണം കേട്ടോ. ഏത് സമയം എൻ്റെ ചോറിലേക്ക് ഓടി വരുവേ. പിന്നെ അതിൻ്റെ ചോറിൽ വന്ന് നിന്ന് കൊതുക് കേട്ടോ. നമുക്ക് ഒത്തിരി നേരം ഇവിടെ നിൽക്കാൻ പറ്റിയല്ലേ. പിന്നെ കൂടിനടിയിലായിട്ട് നമ്മൾ 3-4 കൊതുകുതിരി കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായിട്ട് ആൾ ബഹളമൊന്നും ഉണ്ടാക്കാതെ സൈലൻ്റായിട്ട് അവിടെ കിടക്കുന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ടും ബഹളം വെക്കും കേട്ടോ കൂട്ടിക്കിടന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തൂക്കാനായിട്ട് വന്നു കേട്ടോ. ഒരുപാട് മുറ്റമുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ തൂക്കാൻ ഇറങ്ങിയാലേ ഇതൊന്ന് തൂത്ത് തീർന്ന് വരുള്ളൂ കേട്ടോ. കഴിഞ്ഞിടയ്ക്ക് മഴയൊക്കെ പെയ്തപ്പം എല്ലായിടത്തും പുല്ല് പിടിച്ചതുകൊണ്ട് കുറേ ദിവസം കൊണ്ടാട്ടോ പുല്ലെല്ലാം ഒന്ന് മൊത്തം പറിച്ച് കളഞ്ഞത്. അതുകൊണ്ട് തൂക്കുന്നതിൻ്റെ പുറകെ ചെറിയ പുല്ലൊക്കെ കാണുന്നത് പറിച്ചുകൊണ്ടൊക്കെ കേട്ടോ പോരുന്നത്. ഈ ഒരു ഓസിലെ വെള്ളം കൊണ്ടാട്ടോ ഞാൻ തുണി കഴുകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഓസ് ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് തൂത്തുകൊണ്ട് വരാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എനിക്ക് ഭയങ്കര മടിയാട്ടോ തൂത്തുകൊണ്ട് വരുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും എടുത്ത് മാറ്റി ഇങ്ങോട്ടും എടുത്ത് മാറ്റിയിട്ട് തട്ടുന്നു. പിന്നെ നമുക്ക് തന്നെ ആവശ്യം എനിക്കാട്ടോ കൂടുതൽ ആവശ്യം. കാരണം ഞാനാണ് തുണിയെല്ലാം അലക്കിടുന്നത്. അതുകൊണ്ട് ഓസിൻ്റെ ആവശ്യം കൂടുതലും എനിക്കാട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ സൂക്ഷിച്ച് ഭദ്രമായിട്ടൊക്കെ വെക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ തൂത്തുമാരി വന്നു. സമയം ഒരു 6 മണിയായിട്ടുണ്ട് കേട്ടോ. അമ്മയൊക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയൊക്കെ അവർക്ക് ചായ കുടിക്കുകയാണ്. ആ ഒരു സമയം കൊണ്ടൊക്കെ ആട്ടോ എല്ലാ പണിയും ചേരുന്നത്. പിന്നെ നേരെ വർക്ക് ഏരിയയുടെ സൈഡ് വന്നു കേട്ടോ. അവിടെ വന്നപ്പോൾ മുഴുവൻ കുഞ്ഞിൻ്റെ കളിപ്പാട്ടം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തുണി അലക്കുമ്പോൾ അലക്കല്ലിൻ്റെ അടുത്ത് നിന്ന് അവൾ കളിക്കുന്ന കേട്ടോ. ഇതെല്ലാം കുറേ പഴയ ചെടിച്ചട്ടി സ്പൂണ് കൊടുത്തില്ലെങ്കിൽ കൈ വെച്ച് മണ്ണ് വാരി എടുക്കും കേട്ടോ. നല്ലപോലെ മണ്ണിനകത്തിട്ട് കുഴയ്ക്കുമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരു 2-3 സ്പൂൺ അവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവളിരുന്ന് കളിക്കുന്ന ഭാഗമായിട്ടില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പള്ളയും ചപ്പും ചവറും എല്ലാം ഞാൻ മാറ്റിയെടുത്തു കേട്ടോ. ഞാൻ ആ ജോലി ചെയ്യുന്ന സമയം കൊണ്ട് അവൾ അലക്കലിൻ്റെ അവിടുത്തെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ജലദോഷക്കോളൊക്കെ ഉണ്ട്. പൈപ്പ് ഇച്ചിരി ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അപ്പുറത്ത് പൈപ്പിൽ പോയി അതിൽ നിന്ന് വെള്ളം എടുക്കും കേട്ടോ. വെള്ളത്തിൽ കളിയും മണ്ണിക്കളിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നെ പറ്റിയ നേരത്തില്ല എൻ്റെ കൂടെ വന്നിരുന്ന് പുല്ല് പറിക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ചോട്ടിൽ ഞാൻ 3-4 കൊതുകുതിരി വെച്ചിട്ടുണ്ട്. ഒരു 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൊതുകുതിരി ഇല്ലാണ്ട് പുറത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അത് ഒരു കൊതുകുതിരി ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ